വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണുന്നത് ഒരു മിനി സ്റ്റഡി വ്ളോഗാണ്. ഞാൻ രാവിലെ തന്നെ ടു ഡു ലിസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ബയോളജിയാണ് എടുക്കുന്നത്. യൂഷ്വലി ഞാൻ ബയോളജിയാണ് മോർണിംഗ് സെഷനിൽ എടുക്കാറുള്ളത്. ഇന്ന് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ചാപ്റ്ററാണ് എടുത്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ വീക്കിലി എക്സാമിനുള്ള ചാപ്റ്ററാണ്. ഇതിൻ്റെ ലെക്ചർ ഞാൻ കണ്ടില്ല. ഞാൻ യൂഷ്വലി ബയോളജി സിമ്പിൾ ചാപ്റ്റേഴ്സൊക്കെ NCERT വായിക്കലും ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസും ലേണിംഗ് ആപ്പ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യലുമാണ് ചെയ്യാറുള്ളത്. ആ സമയം ലെക്ചറിൻ്റെ സമയം ഞാൻ ഫിസിക്സും കെമിസ്ട്രിക്കും വേണ്ടി അലോട്ട് ചെയ്യാണ് ചെയ്യാറുള്ളത്. സെൽ സൈക്കിൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ചാപ്റ്ററാണ്. കുറച്ച് കൺസെപ്ച്വൽ ആണെങ്കിലും മനസ്സിലാക്കിയെടുത്താൽ ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ NCERT വായിച്ച് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ സൈഡിൽ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും വായിക്കുന്നുണ്ട്. ഇനി സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫും ഇന്നത്തെ ദിവസത്തെ എൻ്റെ ടാർഗറ്റിലുള്ള ചാപ്റ്ററാണ്. അതും NCERT വായിക്കുകയും ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇന്നത്തെ ലെക്ചർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ്റെ ലെക്ചർ കാണണം. അങ്ങനെയും കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ബേസിക്കലി എനിക്ക് രാവിലെ 8 മണിക്കാണ് ബ്രില്യൻറ്റിലെ ഫസ്റ്റ് ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ ചാപ്റ്റർ തീർക്കുകയും ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുകയും വേണം. എല്ലാം കൂടി 1.5 hours എടുത്തിട്ടുള്ളൂ. NCERT വായിക്കലും ക്വസ്റ്റ്യൻസ് ഒരു 100 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി 1.5 hours ആയിട്ടുള്ളൂ. സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഞാൻ അത്യാവശ്യം ടൈം എടുത്ത് തന്നെയാണ് വായിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് ചെയ്യാനെടുത്തു. ഇത് വർക്ക് ബുക്കാണ് ഞാൻ ചെയ്യുന്നത്. ചാപ്റ്റർ തീരുന്ന അന്നത്തെ ദിവസം നമുക്ക് വർക്ക് ബുക്ക് സബ്മിഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ബുക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. വർക്ക് ബുക്കിൽ നമുക്കൊരു 100 ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നുണ്ടാകും. അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ ആൻസർ കീ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ച് മാർക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ആൻസർ കറക്റ്റ് ചെയ്യാൻ എക്സ്ട്രാ ടൈം എടുക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. പിന്നെ ബയോളജി പഠിക്കുമ്പോൾ OMRൽ മാർക്ക് ചെയ്യണം. ബയോളജി മാത്രമല്ല, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും OMRൽ മാർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ OMR കയ്യിലിരിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് കളിക്കുന്നത്. OMR പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ അതിലാണ് യൂഷ്വലി മോസ്റ്റ് ഓഫ് ദി ടൈം ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ബബിൾ ചെയ്യാറ്. പ്രത്യേകിച്ചും ബയോളജി ആയിരിക്കും. ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ കഷ്ടപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്തെടുത്തിട്ട് പിന്നെ ബബിൾ ചെയ്യാനും കൂടിയുള്ളൊരു മനസ്സ് കിട്ടാറില്ല. അപ്പോൾ ബയോളജി പെട്ടെന്ന് ബബിൾ ചെയ്തായിരിക്കും. ഞാൻ കൂടുതലും OMRൽ ബബിൾ ചെയ്ത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഷീറ്റ് കിട്ടുമ്പോൾ ഇനി ഞാൻ അതിൽ പ്രാക്ടീസ് ചെയ്യുന്നതും കാണിക്കാം. അപ്പോൾ ഞാനിപ്പം ഏകദേശം ഒരു 100 ക്വസ്റ്റ്യൻസ് വർക്ക് ബുക്കിലുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടില്ല. 1 മണിക്കൂറിൽ താഴെയാണ് 100 ക്വസ്റ്റ്യൻസിന് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത സെഷൻ ലൈവ് ലെക്ചറിന് ശേഷമാണ്. ഞാൻ ഫിസിക്സ് വർക്ക് എനർജി പവറിൻ്റെ ഷോർട്ട് നോട്ട് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത ഷോർട്ട് നോട്ട് ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. വർക്ക് എനർജി പവർ ഓൾറെഡി ലാസ്റ്റ് വീക്കിലി എക്സാം കഴിഞ്ഞതാണ്. ഈ ആഴ്ചത്തെ മോഡൽ എക്സാമിനുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞുകൊണ്ട് ഒന്നുകൂടി നോട്ട്സ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഷോർട്ട് നോട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഉണ്ട്. ലാസ്റ്റ് ഇയർ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഇപ്പോഴും എക്സാമിന് തൊട്ട് മുമ്പുള്ള സമയം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തോ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഇക്വേഷൻ മറന്നു പോവുകയാണെങ്കിൽ എടുത്ത് വെച്ച് നോക്കാനും അങ്ങനെ ഒരുപാട് എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് നമ്മുടെ ഷോർട്ട് നോട്ട്. അതുപോലെ ബ്രില്യൻറ്റിലെ ബ്രെയിൻ പോയിൻറ്ററും ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. മോസ്റ്റ് ഓഫ് ദി ടൈം എൻ്റെ നോട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്, ഷോർട്ട് നോട്ട്. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ലെക്ചർ നടക്കുന്ന സമയത്താണ് ഞാൻ ഈ ഫിസിക്സും അതുപോലെ തെർമോഡൈനാമിക്സ് കെമിസ്ട്രിയും റിവൈസ് ചെയ്യുന്നത്. ഞാൻ ആ ലെക്ചറിന് കയറിയില്ല. അതുകൊണ്ട് തന്നെ ആ സമയം ഞാനിത് റിവൈസ് ചെയ്യാൻ വേണ്ടി എടുത്തു. ഉച്ച കഴിഞ്ഞ് റൊട്ടേഷണൽ മോഷൻ്റെ ലെക്ചറുണ്ട്, അത് ഞാൻ കണ്ടു. അതിന് ശേഷമാണ് വർക്ക് എനർജി പവറിൻ്റെയും തെർമോഡൈനാമിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അല്ലാത്ത സമയം ഞാനിത് റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് എടുത്തത്. നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിവൈസ് ചെയ്യലും. കാരണം നമ്മൾ ചില പോയിൻറ്റുകൾ ഒട്ടും റെലവൻസ് ഇല്ലാത്തതായിരിക്കും. സോ അതുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണത്തില്ല. പക്ഷെ നമ്മൾ നീറ്റ് എക്സാമിന് ചെല്ലുമ്പോഴായിരിക്കും ഒട്ടും റെലവൻ്റ് അല്ലാത്തൊരു പോയിൻറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും നോട്ട് റിവൈസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിൽക്കാറുള്ളത്. ഇതിന് ശേഷമുള്ള ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ മിനി സ്റ്റഡി വ്ളോഗ് എന്നൊക്കെ പറയാം. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്.